ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഉത്തരാ കൊലക്കേസ് ലോക്കൽ പോലീസ് എഴുതി തള്ളിയൊരു കേസാണ്. സാധാരണ പാമ്പ് ആദ്യത്തെ അണലി കടിച്ചത് മുതൽ ഞാൻ പറയുന്നു, ഇത് അന്നോട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതൊരു കൊലപാതക ശ്രമമാണ്. ഭർത്താവാണെന്ന് എനിക്കറിയില്ല, ഒരാൾ വീട്ടിൽ ആരോ ആണ്. ഇതിങ്ങനെ തുറന്നു പോയാൽ ഇനി വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൊല ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ മുറുക്കം കടിച്ച് കുട്ടി മരണപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ ആ വീട് സന്ദർശിച്ചു, അവിടുത്തെ എപ്പിസോഡെല്ലാം എടുത്തു. ഞങ്ങളടുത്ത് കോടതി ആവശ്യപ്പെട്ട് 7 എപ്പിസോഡാണ്. ഞങ്ങൾക്ക് കോടതി 7 എപ്പിസോഡ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. ഞാനാണ് പുറത്തുള്ള ഒരു സാക്ഷി, ഞാൻ മാത്രം. അതിൽ ഞങ്ങളുടെ കൗമുദിയുടെ 7 എപ്പിസോഡ് ഞങ്ങൾ ഹാജരാക്കി. അത് കോടതി നന്നായിട്ട് പഠിച്ചു. എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. ഇങ്ങനെ കയറാൻ സാധ്യതയില്ല, കുളിമുറിയിൽ വേസ്റ്റ് വെള്ളം പോകുന്നതിൻ്റെ പൈപ്പ് മറ സൈഡിലാണ്, ഇപ്പുറ സൈഡിൽ വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ. വെന്റിലേറ്റേഴ്സ് ഉള്ള സൈഡിലാണ് സാധാരണ പൈപ്പ് കൊടുക്കുന്നത്, അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. പോരാൻ സാധ്യതയില്ല. ജനലിൽ കൂടെ കയറി 2 വർഷത്തിന് മേളിലായി ജനൽ തുറന്നിട്ട് അതിൽ കൂടെ പടിയിൽ കൂടെ പൊടി കിടപ്പുണ്ട്, ആ പൊടിയിൽ കൂടെ എഴിഞ്ഞു വന്ന പാടൊന്നുമില്ല. അതുപോലെ കട്ടിലിൽ കയറി വന്നൊക്കെ ആ ഭർത്താവും കൊച്ചും കിടന്നിട്ട് ആ കട്ടിലിൽ കൂടെ കയറി അവരുടെ ദേഹത്തിൽ കയറി ഇപ്പുറത്തെ കട്ടിലിൽ കയറി കടിക്കാനൊരു സാധ്യതയില്ല. ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് എന്തായി, അത് സിനിമയാവുന്നു. അത് സിനിമയാവുന്നു ഇപ്പോൾ. അപ്പോൾ അതിലൊക്കെ ഈ സിനിമ മറ്റു മേഖലയിലൊക്കെ ചേട്ടൻ്റെ കുറേ ഐഡിയാസ് അല്ലെങ്കിൽ ചേട്ടൻ്റെ ആ ഒരു രീതികളൊക്കെ കുറേ സിനിമകളിൽ ഇൻസ്പിറേഷനായിട്ട് അങ്ങനെ ചോദിച്ച് വന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് എനിക്കൊരു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച സിനിമയാണ്. കാളമുണ്ടൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വയ്ക്കാൻ കാരണം, ആദ്യം അവർ പറഞ്ഞത് 1 മാസത്തെ ഷൂട്ട് ഉണ്ടെങ്കിൽ 5 ദിവസം ഷൂട്ട്, 5 ദിവസം പാമ്പിനെ പിടിക്കാൻ പോകും, 5 ദിവസം ഷൂട്ട്, 5 ദിവസം പാമ്പിനെ പിടിക്കാം, പിന്നെ പിടിക്കാൻ പോകുന്ന പാമ്പുകളിൽ നിന്ന് ഉൾപ്പെടുത്തില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം പറയുമ്പോൾ 1 മാസം ഞാൻ റെഗുലറായിട്ട് നിൽക്കണം. പിന്നെ 1 മാസം നിന്നതിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരും കൂടെ വരും. അത് പാമ്പിനെ ഒരിക്കലും ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.